ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ സ്റ്റേയിങ് ഹാപ്പി ആൻഡ് ഹെൽത്തി. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു വ്ളോഗാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വ്ളോഗ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ടൈം നമുക്ക് ബെറ്റർ ആക്കാൻ ശ്രമിക്കാം അല്ലേ. സോ ഇത് വന്നിട്ടൊരു 1 ഡേ സ്റ്റേക്കേഷനാണ് കേട്ടോ. ഞാനും ഹസ്ബൻഡും മാമയും കൂടി ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പ് പോലെ വന്നിരിക്കുകയാണ്. കൊച്ചി മാരേജിലോട്ടാണ് കേട്ടോ പോയത്. ഞാനിത് ജൂലൈ ലൈക്ക് 15th or 16th എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് പകുതി കാര്യങ്ങളൊക്കെ മറന്നുപോയി. പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഓർത്തെല്ലാം കവർ ചെയ്യാം. ആൻഡ് നമ്മൾ എടുത്ത റൂം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു റൂം കാണാനായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു വലിയ മിററായിരുന്നു. സ്കിൻ കെയർ ചെയ്യാനും മേക്കപ്പ് ചെയ്യാനൊക്കെ ഈ മിറർ തന്നെ വളരെ ധാരാളമായിരുന്നു. എവറിത്തിങ് വാസ് നൈസ്. അവരുടെ ഓവറോൾ റൂമായാലും നല്ല ലൈറ്റിങ്സും എല്ലാം വെച്ചിട്ട് അടിപൊളിയായിരുന്നു. കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. കാഷ്യൂസ് ആൻഡ് കുക്കീസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കബോർഡ് എല്ലാം വെച്ചിട്ട് ഇറ്റ്സ് വെരി നൈസ്. അടിപൊളി റൂമായിരുന്നു. മാരേജ് അല്ലേ, ഓഫ്കോഴ്സ് നല്ലതായിരിക്കുമല്ലോ. പിന്നെ പറയാനുള്ളത് വ്യൂ ആണ് കേട്ടോ. നമ്മുടെ റൂമിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ വാസ് ലൈക്ക് വെരി ബ്യൂട്ടിഫുൾ. വാവ് കുറേ നേരം ഇങ്ങനെ അത് നോക്കി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കാരണം അവനെ നമ്മളങ്ങനെ ട്രിപ്പൊന്നും കൊണ്ടുപോയിട്ടില്ല. അവൻ്റെ ഫസ്റ്റ് സ്റ്റേക്കേഷനാണ്. ഉണ്ടായിട്ട് ലോങ് ട്രിപ്സൊക്കെ വളരെ കുറവായിരുന്നു. ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനൊരു സ്റ്റേ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം അവൻ അഡാപ്റ്റ് ആവുമോ, ഇനി ഭാവിയിലോട്ട് ട്രിപ്സൊക്കെ പോകാനായിട്ട് അഡാപ്റ്റ് ആവുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 1 ഡേ സ്റ്റേക്കേഷൻ തന്നെ ആദ്യം പോയത് കേട്ടോ. നമ്മൾ ചെക്ക് ഇൻ ചെയ്തത് ഐ തിങ്ക് 3:30 ആയപ്പോഴായിരുന്നു. കുറച്ച് നേരം റൂമിലിരുന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ നേരെ ലുലു മോളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ കേട്ടോ. വളരെ ബ്യൂട്ടിഫുള്ളാണ്. മെട്രോ പോകുന്നത് കാണാം, ഈ ബിൽഡിങ്സും എല്ലാം. ഇറ്റ് വാസ് ലൈക്ക് വെരി നൈസ്. നമ്മൾ മാളിലോട്ട് പോയപ്പോൾ തന്നെ ഏകദേശം 4 മണി കഴിഞ്ഞായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പൂളിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് പോയിട്ട് അപ്പോൾ തന്നെ ജസ്റ്റ് കണ്ടിട്ട് തിരിച്ചു വന്നു കേട്ടോ. മഴക്കാറ് നല്ലപോലെ ഉണ്ടായിരുന്നു. മാളിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും വാങ്ങിക്കാൻ പോയതല്ല, ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി. ഒരു സ്ട്രോളർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് ഓരോ ഷോപ്പിലൊക്കെ ഒന്ന് കയറി എല്ലാം ഒന്ന് നോക്കിയിട്ട് പോന്നു. പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഫുഡ് കഴിച്ചതാണ്. പിന്നെ ഫുഡേ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അവിടുത്തെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒരു ചാട്ടാണ് കേട്ടോ. നമ്മുടെ ലൈക്ക് ടൊമാറ്റോ ആൻഡ് സോസൊക്കെ ഇഷ്ടമുള്ള ചാട്ട് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ടേസ്റ്റി. അതൊക്കെ കഴിച്ചു. വീണ്ടും എല്ലാ ഷോപ്പിലും കയറി ജസ്റ്റ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് തിരിച്ച് റൂമിലോട്ട് പോരാനുണ്ടായത്. 7:30 അല്ലെങ്കിൽ 7 മണിയായപ്പം നമുക്ക് ഡിന്നർ ഉണ്ടായിരുന്നു. റൂമിൽ വന്ന് വാവനെ ഫീഡൊക്കെ ചെയ്തിട്ട് ഫ്രഷനപ്പായിട്ട് നമ്മൾ നമ്മുടെ ഡിന്നർ കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഡിന്നർ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പം വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണെന്ന് ഞാൻ മറന്നുപോയി. പക്ഷേ ഇറ്റ് വാസ് ലൈക്ക് വെരി ടേസ്റ്റി. സൂപ്പ് ഉണ്ടായിരുന്നു, ചിക്കൻ സൂപ്പ് ആൻഡ് ബ്രോക്കലി. ഞാൻ ബ്രോക്കലിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ ഭയങ്കര വികാരമൊന്നും ഇല്ലെങ്കിലും നൈസായിരുന്നു. പിന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. നഗറ്റ്സ് ഉണ്ടായിരുന്നു, സോസേജസ്, പാസ്ത, കുറേ സാലഡ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് ഓവറോൾ നൈസായിരുന്നു കേട്ടോ. അതിനുശേഷം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നേരെ റൂമിൽ പോയി ഉറങ്ങി. നെക്സ്റ്റ് ഡേ രാവിലെ എഴുന്നേറ്റപ്പോഴും ആ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ആ ഒരു മിസ്റ്റും എല്ലാം കൂടിയും നിറഞ്ഞിട്ടുള്ള വ്യൂ നല്ല രസമായിരുന്നു. ഞാൻ മാത്രമാണ് നേരത്തെ എഴുന്നേറ്റുള്ളൂ. അപ്പം ഞാൻ നേരത്തെ എഴുന്നേറ്റിൻ്റെ സ്കിൻ കെയർ ആൻഡ് ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ടൊരു കോഫി കുടിക്കാനായിട്ട് തോന്നി. അപ്പം ഞങ്ങൾ ഒരു ക്യാപ്പുച്ചിനോ ലൈക്ക് 2 ക്യാപ്പുച്ചിനോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് പിന്നെ നമുക്ക് ചെക്കൗട്ട് ചെയ്യണമായിരുന്നല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചെക്കൗട്ട് ചെയ്യണമായിരുന്നു. സോ ഞാൻ എൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്ത് കോഫി കുടിക്കുകയായിരുന്നു കേട്ടോ. കോഫിയുടെ കൂടെ 2 കുക്കീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് വെരി യമ്മി ആയിട്ടുള്ള കുക്കീസ് ആയിരുന്നു. അതൊക്കെ കുടിച്ച് നമ്മൾ ഫ്രഷനപ്പായി. പിന്നെ വാവയുടെ കാര്യം നോക്കണമല്ലോ. അവൻ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റുണ്ടായിരുന്നത്. നമ്മൾ ഇൻസ്റ്റൻറ്റ് മിക്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വാവനെ ഫീഡ് ചെയ്തിട്ട് ആണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് വാവ ഭയങ്കര ലൈക്ക് സ്ലീപ്പി മോഡ് ആൻഡ് ക്രാങ്കി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോരാണ് ഉണ്ടായത്. പിന്നെ കഴിഞ്ഞ ദിവസം പൂളിൽ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് പൂളിൽ പോയിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അതും അവനെ കാണാൻ ഭയങ്കര രസമായിരുന്നു. വെള്ളവും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ കുറച്ച് പിക്ചേഴ്സും വീഡിയോസും ഒക്കെ എടുത്തു. കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. നമ്മളാണ് ആദ്യം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം
കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. മേക്കപ്പ് വലിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഹെയർ സെറ്റ് ചെയ്തു, ബ്ലഷ് ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു, ദാറ്റ്സ് ഇറ്റ്. ഇപ്പം നമ്മൾ പൂളിലോട്ട് പോണതാണ് കേട്ടോ. പൂളിൽ ഏറ്റവും താഴെയായിരുന്നു, അപ്പോൾ പൂളിലൊക്കെ പോയി. പിന്നെ ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായിട്ടോ. സോ ഓവറോൾ എക്സ്പീരിയൻസ് വാസ് റിയലി നൈസ്. വാവയ്ക്ക് അധികം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ അങ്ങനെ എന്താ പറയുക, ഓക്കെ ആയിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നും കാണിച്ചില്ല. സോ നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഫോറം മാളിലും കൂടി ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡ് കഴിക്കാമല്ലോ, മുകളിൽ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ ഫോറം മാളിലും പോയി. അവിടെയും കുറേ സ്ഥലത്തൊക്കെ പോയി, കുറച്ച് ഷോപ്പിംഗ് H&M പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. എന്നിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോരാണ് ഉണ്ടായത്. ഇപ്പം നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് മാരേജിന് ആ ഒരു പുറത്തിറങ്ങാണ് കേട്ടോ. ഇവിടുന്ന് ഫോറം മാളിലോട്ടും കുറച്ച് ദൂരം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇടയ്ക്ക് ഇൻസ്റ്റൻറ്റ് മിക്സ് റൂമിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് അവനെ ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്തു. പിന്നെ അവിടുത്തെ പ്ലേ ഏരിയയിൽ പോയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു, കാരണം ഇവൻ ചെറുതാണ്, ഇവനെയും കൊണ്ട് പോയിട്ട് കാര്യമില്ല. അപ്പം നെക്സ്റ്റ് ടൈം ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പം കുറച്ചുകൂടെയും കളിക്കാനായിട്ട് താല്പര്യമൊക്കെ ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് ചുറ്റി കണ്ട് ഇറങ്ങി പോന്നു. പിന്നെ ഹാംലീസിൽ പോയി അവനൊരു ടോയ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ജ്വല്ലറീസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഹാംലീസ് ഉണ്ട്, ഹാംലീസിൽ നിന്നൊരു അവയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ടോയ് വാങ്ങിച്ചു. അപ്പം ഈ ക്ലിപ്സൊക്കെ ഞാൻ ഇങ്ങനെ റാൻഡമായിട്ട് എടുത്ത ക്ലിപ്സ് ഇങ്ങനെ മേർജ് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ ആ ഒരു ഷോപ്പിനുള്ളിൽ കയറിയപ്പോഴുള്ള കുറേ ടോയ്സ് ഉണ്ടായിരുന്നു. നമ്മളൊരു പട്ടിക്കുട്ടീനെയാണ് കേട്ടോ എടുത്തത്, ഒരു അടിപൊളി സാധനം. പിന്നെ അവിടെ ഫുഡ് കോർട്ടിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. ലെബനീസ് മന്തിയാണ് കഴിച്ചത്. ഞാൻ മുന്നേ കഴിച്ചതിനേക്കാളും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു. ഇതിൻ്റെ കൂടെ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് ഓക്കെ ആയിരുന്നു. പിന്നെ താഴെ ഹോം ഡെക്കർ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് കുറേ സാധനങ്ങൾ നോക്കി, ഭയങ്കര വിലയായിരുന്നു കേട്ടോ. ഓഫറൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഈ ഒരു ഡെക്കോർ ഐറ്റംസ് ലൈക്ക് ഫ്ലവേഴ്സും വാസസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു, ഒരു 3500 റുപ്പീസിൻ്റെ ഒരു സാധനമൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോകാനുണ്ടായത്. സോ ഇതാണ് എൻ്റെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.